വേണ്ടിയോകില്ല ഞാൻ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ ഭാഗമായിട്ട് 2-3 ദൂതുകൾ പ്രധാന ദാസന്മാരിൽ കൂടി കേൾക്കാനിടയായിരുന്നു. ആദ്യത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പരാജയമാണ് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കാരണം ദൈവത്തോടടുക്കുന്ന ഏത് മനുഷ്യനും ദൈവത്താൽ മാത്രമേ പ്രവർത്തിക്കാവൂ. അവര് സ്വയമേ പ്രവർത്തിച്ചാൽ അത് ദൈവത്തിന് മുമ്പാകെ കുറ്റക്കാരായിത്തീരും. ഇങ്ങനെ തകർന്നു പോയിട്ടുള്ള ജീവിതങ്ങളാണ് നമ്മൾ വേദപുസ്തകത്തിലുടനീളം കാണുന്നത്. എന്നാൽ അവര് ചെയ്യേണ്ടത് ചെയ്തു, മുടക്കേണ്ടത് മുടക്കി, അതിനുവേണ്ടി അധ്വാനിക്കുകയെല്ലാം ചെയ്തു. പക്ഷേ അവരൊരു ഒടുവിൽ കുറ്റക്കാരായിത്തീർന്നു. എല്ലാം ചെയ്തു കഴിയുമ്പോൾ ഗിദെയോൻ എല്ലാം ദൈവത്തിന് ഇതുപോലെ താഴ്മയുള്ള ഒരു മനുഷ്യൻ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ ഗിദെയോനെ പോലെ താഴ്മയുള്ള ഒരു മനുഷ്യൻ വളരെ കുറവാണ്. അദ്ദേഹം കർത്താവിൽ ആശ്രയിച്ചു പോയി യുദ്ധം ജയിച്ച് മടങ്ങി വന്ന് എല്ലാം ഈ വന്നപ്പോഴേക്കും ജനമെല്ലാം ഒരുമിച്ച് കൂടിയതിനു ശേഷം പറഞ്ഞു, നീ ആണ് ഇസ്രായേലിനെ രക്ഷിച്ചത്, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് രാജാവായിരിക്കണം. ഒരവസരമാണെന്ന് ഓർക്കണം, ഇസ്രായേൽ രാജാവായിരിക്കാൻ ഒരവസരം. എന്നാൽ ഗിദെയോൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജാവില്ല, ഞാനോ എൻ്റെ മക്കളോ നിങ്ങളുടെ രാജാവില്ല. ഇസ്രായേലിന്റെ രാജാവ് യഹോവയാണ്, കർത്താവില്ലാതെ വേറൊരു രാജാവ് നമുക്കില്ല. അങ്ങനെ അവൻ പറഞ്ഞു. എല്ലാം ശുഭം, ഭംഗിയായി കർത്താവിന്റെ വേല തീർത്ത ഒരു മനുഷ്യനായിട്ട് ഗിദെയോനെ ദൈവത്തിന്റെ വചനത്തിൽ കാണും. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു എരിവ് ഉള്ളിൽ നിന്ന് വന്നു. ഒരു ഏഫോദ് ഉണ്ടാക്കി അവിടെ പ്രതീക്ഷിച്ചു. ആ ഏഫോദ് കണ്ട് അനേകർ വന്ന് അവിടെ ഉണങ്ങാനിടയായി തീർന്നു. അത് ഗിദെയോനും അവരുടെ കുടുംബത്തിനും കണിയായി തീർന്നു. നോക്കണം, അവിടെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അത് ദൈവത്താലായിരുന്നില്ല. ബാക്കിയെല്ലാം ദൈവത്താലായിരുന്നു, ഇത് ദൈവത്താലായിരുന്നില്ല, ഇത് സ്വയത്താലായിരുന്നു. അതായത് സകല മനുഷ്യർക്കും സ്വയം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, അത് അവരുടെ നാശത്തിനുള്ളതാണ്. ഗിദെയോൻ എല്ലാ കാര്യങ്ങളും ചെയ്തു, ഇത് സ്വയത്താൽ ചെയ്തു. യേശു പറഞ്ഞു, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയും, ഈ കഴിവ് എനിക്കില്ല. യേശു പറയാണ്, ഇപ്പൊ ആ ഗിദെയോൻ ചെയ്ത പോലെ ഒരു കഴിവ് എനിക്കില്ല. അവരവന്റെ മക്കളെ പോലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു, ദൈവത്തിന്റെ മുമ്പാകെ ഭക്ഷിച്ച് പാനം ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തത് ശരി തന്നെയാണ്. എന്നാൽ ധൂപം കാട്ടാൻ, അന്യാഗ്നി കത്തിക്കാനുള്ള കഴിവ് എനിക്കില്ല. സ്വയം ചെയ്യുക, അത് സ്വയമാണ്. അങ്ങനെ ഒന്നും എനിക്കില്ല. ഒരു മനുഷ്യനിൽ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ, അത് ദൈവമാണ്. ദൈവത്തിന്റെ ഇച്ഛയ്ക്കും ദൈവത്തിന്റെ ആഗ്രഹത്തിനും ദൈവത്തിന്റെ നിയന്ത്രണത്തിനും സമ്പൂർണ്ണമായിട്ട് കീഴടങ്ങി അനുസരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിജയം. അല്ലാത്തവരൊക്കെയും നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ പരിശോധിക്കുമ്പോൾ അങ്ങനെ വീണുപോയ ഒരു ചരിത്രമാണ് നമുക്ക് എവിടെയും കാണുന്നത്. ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുവരാനായി ദാവീദ് ശ്രമിച്ചു. ശ്രമിച്ചപ്പോൾ പെട്ടകം കൊണ്ടുവന്നു, 30,000 ബിരുദന്മാരെ കൂട്ടി പെട്ടകം കൊണ്ടുവരാനായിട്ട് പോയി. പക്ഷേ അത് പെട്ടകം കൊണ്ടുവരിക എന്നുള്ളത് ദൈവത്തിന്റെ നേതൃത്വത്താലായിരുന്നു. എന്നാൽ ആ പെട്ടകം എടുക്കാനായിട്ട് 30,000 ബിരുദന്മാരല്ല, പിന്നെയോ ലേവ്യരായിരുന്നു വേണ്ടിയത്. ഈ 30,000 ബിരുദന്മാരെ കൂട്ടിയത് ദാവീദ് സ്വന്തമേ ചെയ്തതാ.
ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ദൈവത്തോടെടുക്കുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും ഓർത്തുകൊള്ളണം. ജാതികളിൽ ഒരു ചൊല്ലുണ്ട്, ആയിരം ആയിരം നീളം വേലി കിട്ടിയാൽ അര നീളം വേലി കിട്ടിയില്ല എങ്കിൽ ഈ കിട്ടിയത് കൊണ്ട് യാതൊരു ഉപയോഗമില്ല. മാത്രമല്ല, ആ വേലി കെട്ടാത്തതിന് തുല്യമായിരിക്കും ആ സ്ഥലം. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ തനിക്കുള്ളതെല്ലാം വിറ്റ് ദാനം ചെയ്തതാണ്. തനിക്കുള്ളത് തന്റെ സ്ഥലം വിറ്റ് അപ്പോസ്തലന്മാരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചതാണ്. അതിനൊന്നിനും ഒരു തെറ്റുമില്ല. എല്ലാം ദൈവത്തിന്റെ ഹിതം തന്നെയാണ്. എന്നാൽ അത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് സ്വയമായിട്ടൊരു തോന്നി, കുറച്ചെടുത്ത് മാറ്റി വെക്കും. കാരണം നാളെ ജീവിക്കട്ടെ. അതിനുവേണ്ടി കുറച്ചെടുത്ത് മാറ്റി വെച്ചു. ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? അത് സ്വയം ചെയ്തതാണ്. ഈ ഇത്രയും വിറ്റതും ദാനം ചെയ്തതും എല്ലാം നശിപ്പിക്കാനായിട്ട് ഇത് മതി. ഇന്ന് ചെറിയ തോതല്ല കേട്ടോ. നമ്മൾ വാക്കുകൾ ചെറുതായിരുന്നെങ്കിലും, ആശയങ്ങൾ നമുക്ക് ചെറുതായിട്ട് തോന്നിയാലും അങ്ങനെയല്ല സംഭവം നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇതിപ്പോ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ദൈവത്തിന്റെ ആത്മാവിൽ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം. കർത്താവെ, ഒരു സമർപ്പണമായിരിക്കും. ദൈവസഭയുടെ മുമ്പാകെ ഒരു സമർപ്പണമായിരിക്കട്ടെ. യേശുവേ, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവുണ്ടാകരുത്. ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യരുത്. ഞാൻ ഈ പ്രവർത്തിക്കുന്ന മുഴുവനും ഇല്ലാതാക്കുവാൻ ഒരു ചെറിയ കാര്യം എന്റേതായിട്ട് മതി. അത് എന്നിലുണ്ടാകരുത്. എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനായി തീരട്ടെ. നമുക്ക് കുട്ടികളെ അടക്കാം, പ്രാർത്ഥിക്കാം. ദൈവം ആ കഴിവ് നമുക്ക് തരും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരും. ഞങ്ങളോട് കരുണ തോന്നണം. കർത്താവ് പറഞ്ഞതുപോലെ എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളും ആയിരിക്കട്ടെ. കർത്താവ്, ഞങ്ങൾക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ, അങ്ങനെ സ്വയമായിട്ട് ചെയ്തവര് കർത്താവ് ശ്രേഷ്ഠന്മാരാണ് വീണുപോയിരിക്കുന്നത്. എത്ര എത്ര പവിത്രമായിട്ട് കർത്താവിന്റെ വേല ചെയ്തവര് വീണുപോയ ചരിത്രമാണ് വേദപുസ്തകത്തിൽ ഞങ്ങൾ കാണുന്നത്. എന്നാൽ കർത്താവിന്റെ തിരുനാമത്തിൽ നിന്ന് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സ്വയമായിട്ട് ഒന്നും ചെയ്യേണ്ട. കർത്താവെ, ഞങ്ങളെ സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കല്ലേ. കർത്താവിന്റെ ഹിതപ്രകാരം തന്നെ ഞങ്ങൾ ഇത് പൂർത്തിയാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരുമാറാകണം. ഈ വിഷയം തന്നെ